എന്താ ഉണ്ടായേ? ഞങ്ങൾ വന്നു കയറുമ്പോ അമ്മാവൻ ബോധമില്ലാതെ കിടക്കായിരുന്നു. ഉടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഭഗവതി, ഇത്ര പെട്ടെന്ന് ഏട്ടൻ എന്ത് പറ്റി? അമ്മാവ ഇതെന്ത് ഭാഷയാണ് അമ്മാവ? ഒന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. എന്താ ഉണ്ടായെന്ന് പറ രാമ. എന്തു പറ്റി അമ്മാവന്? എന്താ? മായയോട് അവൻ എന്തോ പറയണോന്ന്. പറഞ്ഞോളൂ അമ്മാവ, എന്താണ്ടായേ? ഓ, എന്തെങ്കിലും തിന്നാൻ വേണോ? വെറ്റില മുറുക്കണോ? ഓ, പടം വരയ്ക്കണോ അല്ലേ? എഴുതി കാണിക്കാന്നാണോ? ശങ്കര, ഒരു പേനയും കടലാസും വേഗം കൊണ്ടുപോവാ. അയ്യോ, എന്റെ ഭഗവതി, കൈ തളർന്നുപോയല്ലോ. കൃഷ്ണ, വേഗം ചെന്ന് മേപ്പാടിനെ വിളിച്ചോണ്ട് വരിക. ഇവിടെ അനർത്ഥങ്ങൾ കൂടുകയാ. ഇതിന് പരിഹാരം ചെയ്യാൻ മേപ്പാടിനെ പറ്റൂ. ഇതിന് മന്ത്രവാദമൊന്നുമല്ല, നല്ല ചികിത്സ ആവശ്യം. കുട്ടി, നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ഈ കുടുംബത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഞാൻ കൊറേ കണ്ടതാ. എന്നാലും വർമ്മമ്മവൻ ഇങ്ങനെ തളർന്നു വീണ സ്ഥിതിക്ക് മേപ്പാടിനെ അല്ല വരുത്തേണ്ടത്, ഡോക്ടർ തന്നെയാണെന്ന് എന്റെ അഭിപ്രായം. വർഷങ്ങൾക്ക് മുമ്പ് എത്ര ദുർമരണങ്ങളാ അടിക്കടി ഈ വീട്ടിൽ നടന്നിട്ടുള്ളത്. അന്ന് അതിന്റെ കാരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ ഒരു ഡോക്ടറെ കൊണ്ടും പറ്റിയില്ല. ഈ മേപ്പാടന അതിനൊക്കെ പരിഹാരം കണ്ടെത്തിയത്. കുട്ടിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ ഈ മുത്തശ്ശിയെ പഠിപ്പിക്കാൻ വരരുതാ. അസുഖം വന്ന ഡോക്ടർമാരെ വിളിക്കേണ്ടത്, അല്ലാണ്ട് മന്ത്രവാദിയല്ല. ഉണ്ണി ഇതിനൊക്കെ സമ്മതം കൊടുക്കണ്ടല്ലോ. മുത്തശ്ശിയോട് തർക്കിക്കാന്നല്ലാതെ അതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? BP കൂടി വീണതായിരിക്കേ വഴിയുള്ളൂ. എന്ത് ചെയ്യാം? കോലോത്ത ഫാമിലി ഡോക്ടർ മേപ്പാടനാ. അയാള് വന്ന് പോട്ടെ, പിന്നെ നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം. അപ്പോ മേപ്പാടിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചോ? ഉവ്വ്, കൊണ്ടുവരാൻ കേശം പോയി കഴിഞ്ഞു. മായെന്താ ആകെ മൂടോട്ടായിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഇവിടെ വല്ലാണ്ട് ബോറടിക്കണോ. നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോയാലോ? എന്താ, വേഗം റെഡി ആയിക്കോളൂ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഈ ഹോട്ടലിൽ താമസിച്ചിട്ട് ഒരു ഗുണവുമില്ല. കാര്യങ്ങൾ കുഴയുന്ന ലക്ഷണമാണ്. അവിടെ എന്തോ അമാനുഷിക ശക്തി ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഈ ശക്തി കാരണം നിനക്കങ്ങനെ തോന്നിയായിരിക്കുമോ ജെയിംസേ? അവിടെ കണ്ട നമ്മുടെ ഡെയ്സിമോളെ തന്നെയാണോ? അച്ഛൻ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറയരുത്. ഞാൻ അത്ര കൊച്ചു കുട്ടിയാണോ? എന്റെ കണ്ണിന് ഞാൻ നേരിട്ട് കണ്ടതല്ലേ ഡെയ്സിയെ. ഇനി പബ്ലിസിറ്റി ആവുമോ എന്ന് ഭയന്നിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പ്രശ്നം നിയമപരമായിട്ട് കൈകാര്യം ചെയ്താലോ? ഇനി ആ വഴിക്ക് തന്നെ അങ്ങ് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് പോലീസിൽ അറിയിക്കാം. അമാനുഷിക ശക്തി എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് എന്നാൽ ഇതൊക്കെ തന്നെയല്ലേ സ്ഥിതി. പിന്നെ ഇതുപോലെ പത്രവാർത്ത എങ്ങനെ ആയാൽ? ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? നിനക്കിത് പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പൊ തന്നെ ഡെയ്സി ഓരോരുത്തർ തിരക്കുമ്പോൾ മൈസൂരിലെ എന്റെ പെങ്ങളുടെ വീട്ടിലാണെന്നാ പറയുന്നത്. 4 ആൾ അറിഞ്ഞാ പിന്നെ എന്റെ കുടുംബ കൂട്ടത്തോട് ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. പിന്നിപ്പോ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഏതായാലും മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്നാണല്ലോ പ്രമാണം. ആ വഴി ഒന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെ? കടമറ്റത്ത് കത്തനാരച്ചന്റെ പരമ്പരയിൽപ്പെട്ട ഒരു ഫാദറുണ്ട്. എത്ര കൊടിയ ബാധയും കുരിശേൽ നിർത്തുമെന്നാ കേട്ടത്. ചെകുത്താന്മാരെ ഒഴിപ്പിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ചെകുത്താനച്ചൻ എന്ന പേരില്ല. അത്ര വലിയ മന്ത്രവാദിയാ അദ്ദേഹം. മന്ത്രവാദി മാത്രമല്ല, ലോകപ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് കൂടിയാ. എങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ ചെകുത്താനച്ചനെ കാണാം. ഈ ചെകുത്താനച്ചന്റെ മേടേതല്ലേ? ചെകുത്താനച്ചനോ? അങ്ങനെ വിളിക്കരുത് കുഞ്ഞാടെ, അത് അച്ഛന്റെ ഇരട്ട പേരാകുന്നു. അവിശ്വാസികളാണ് അങ്ങനെ വിളിക്കുന്നത്. വിശ്വാസികൾ ഡോക്ടർ മികായലച്ച എന്നെ വിളിക്കൂ. ഒരു ബാധ കയറിയ കേസ് ഉണ്ടായിരുന്നു. അച്ഛനൊന്ന് കാണണമല്ലോ. ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആളെ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ ആർക്കാ? എല്ലാം മിഖായലച്ചനോട് ഞങ്ങൾ പറഞ്ഞോളാം. ഓ, കയറി വരൂ കുഞ്ഞാടുകളെ. പിന്നെ ശ്വാസം
സംശയിച്ചതുപോലെ ആ പെൺകുട്ടി നിങ്ങളുടെ മകൾ ഡെയ്സി തന്നെ. വരൂ, ഇങ്ങോട്ടിരിക്കൂ. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുൻപ് അവളിൽ എന്തെങ്കിലും പ്രകടമായ മാറ്റങ്ങൾ കണ്ടിരുന്നോ? ഉവച്ചോ, ഒരു സ്റ്റഡി ടൂറിന് പോയി വന്നതിന് ശേഷം ഡെയ്സി മോളിൽ ആകെ മാറ്റമായിരുന്നു. പിറ്റേന്നൊരു ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അന്ത് വെളുപ്പിന് മോളെ കാണാതാവുന്നു. ഇത് പ്രേതബാധയാണോ അച്ചോ, അതോ വേറെ വല്ല അസുഖമാണോ? വിശ്വസിക്കുന്നവർക്ക് ഇത് പ്രേതബാധ തന്നെയാണ്. മെഡിക്കൽ സയൻസിൽ ഡിസോസിയേറ്റീവ് ന്യൂറോസിസ് എന്നോ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നോ ഇതിനെ പറയാം. കൺവേർഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ പൊസസീവ് റിയാക്ഷൻ എന്ന് പറയുന്ന വേറൊരു തരം അസുഖവുമുണ്ട്. എനിവേ, ഓൾ ദീസ് ഡിസീസസ് ആർ ഡിഫറെന്റ് വേർഷൻസ് ഓഫ് ഹിസ്റ്റീരിയ. അപ്പൊ ഇത് പ്രേതബാധ അല്ലെന്നാണോ അച്ഛൻ പറയുന്നത്? നിങ്ങളെ പോലുള്ള പീപ്പിൾസ് ഇതിനെ പ്രേതബാധ എന്ന് പറയും. വേറെ ചില മണ്ടന്മാർ ഇതിനെ സൈക്കാട്രിസ്റ്റ് കേസ് എന്ന് പറയും. നിങ്ങളുടെ ഭാഷയിൽ ഇത് രണ്ടുമല്ലാതെ മറ്റെന്താണ് പറയുക? അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. ഫാദർ പറയും. ആട്ടെ, കഴിഞ്ഞ ദിവസം ആരാ ഈ കുട്ടിയെ കണ്ടെന്ന് പറഞ്ഞത്? ഞാനാണച്ചോ. എന്നെ കണ്ടിട്ട് അവൾ തിരിച്ചറിഞ്ഞതേ ഇല്ല. നിങ്ങൾ കുട്ടിയുടെ ആരാ? ഞാനിവരുടെ കുടുംബ സുഹൃത്താ. പിന്നെ ഇവന് വേണ്ടി കല്യാണം പറഞ്ഞു വെച്ചിരുന്നത് എന്റെ മകളെ. മനസ്സ് ചോദ്യം നടത്താൻ ഡേറ്റ് നിശ്ചയിക്കുന്നതിനിടയിലാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ, ഈ കുട്ടിയെ ഉടനെ തന്നെ ഇവിടെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ? അതാണ് പ്രശ്നം. ഫാദർ ഒന്ന് അവിടം വരെ വന്നാൽ. ഇല്ല, ഞാൻ കുറെ കാലമായി വെളിയിൽ പോയി പേഷ്യൻസിനെ നോക്കാറില്ല. എന്റെ മോളുടെ ജീവിതമാണ് എനിക്ക് വലുത്. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. അച്ഛനും കൂടി കൈയൊഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ല. എടോ വെട്ടുകുഴി, ഫാദർ, തനിക്ക് ആ കുട്ടിയെ പോയി ഒന്ന് കൊണ്ടുവരാൻ സാധിക്കുമോ? അച്ഛന്റെ പ്രാർത്ഥനയും അനുഗ്രഹമുണ്ടെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം ഫാദർ. ദാ, ഇത് കൈമാറാതെ വലതു കൈയിൽ തന്നെ സൂക്ഷിക്കണം. എന്ത് കാണാനാ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞത്? എനിക്ക് കുന്നിൻ ചെരുവ് വലിയ ഇഷ്ടാ. നമുക്ക് ഈ കുന്നിന്റെ നെറുകിൽ ചെല്ലാം. എന്തിനാ? അവിടെ നിന്നാ സ്വർഗം വളരെ അടുത്ത് കാണാം. എനിക്ക് ഈ സ്വർഗമൊന്നും കാണണ്ട. പിന്നെ ഏത് സ്വർഗം സാറിന് കാണേണ്ടത്? എന്നെ സ്വർഗം കാണിക്കണമെങ്കിൽ മായ മനസ്സ് വെക്കണം. ഞാൻ മനസ്സ് വെച്ചിട്ട് എന്താ കാര്യം? ജപവും മന്ത്രവും ബ്രഹ്മചര്യൊക്കെ നടക്കുന്ന അന്ധവിശ്വാസികളുടെ കൂട്ടത്തിലല്ലേ ഉണ്ണിയും? എനിക്ക് അന്ധവിശ്വാസമൊന്നുമില്ല. മുത്തശ്ശിയെ പേടിയാണുള്ള സത്യം. അതുകൊണ്ട് മുത്തശ്ശി കൊടുത്ത വാക്ക് പാലിക്കുന്നു. അതല്ല, ഉണ്ണിയുടെ കയ്യിലുണ്ടല്ലോ ഒരു ഏലസ്. ഓ, ഇതോ? വിശ്വാസം ഉണ്ടായിട്ടൊന്നല്ല, മറ്റുള്ളവരെ സമാധാനത്തിന് വേണ്ടിയാ. ഓ, വലിയ ധൈര്യശാലി. ഗമ പറയാൻ ആർക്കാ വയ്യാത്ത? ഗമ പറഞ്ഞതല്ല, സത്യം. കയ്യിലെ ഏലസ് കണ്ടില്ലെങ്കിൽ മുത്തശ്ശി വഴക്ക് പറയലോ എന്ന് ഓർത്ത് കെട്ടുന്നതാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ അതങ്ങ് അഴിച്ചു കളഞ്ഞേ. ഇവിടെ മുത്തശ്ശി ഇല്ലല്ലോ. അഴിച്ചു കളഞ്ഞാൽ എന്റെ ഭർത്താവ് ധൈര്യമുള്ള ഒരു ആൺകുട്ടിയാണെന്ന് ഞാൻ സമ്മതിക്കാം. അത് മാത്രം പോരാ, പിന്നെ ഈ കവളിൽ ചൂടുള്ള ഒരു സമ്മാനം കൂടി തരുമോ? ഇനി വൈകിക്കണ്ട, വാക്ക് പാലിച്ചോളൂ. കണ്ണടച്ചു നിന്നാ തരാം. മായേ, ദേ അവിടെ നിൽക്കാൻ. വാക്ക് പാലിക്കണം കേട്ടോ. മോളിൽ വന്നാ വാക്ക് പാലിക്കാം. മായ, അവിടെ നിൽക്കാൻ. മായേ, എന്ത് പണിയാ നീ കാണിച്ചത്? ഓടി ഓടി ഞാൻ അടച്ചു. നിനക്കെന്താ വല്ല ദിവ്യശക്തി ഉണ്ടോ ഇങ്ങനെ ഓടാൻ? ദേ ഒന്ന് താഴത്തേക്ക് നോക്കിയേ. എത്ര മുകളിലാ നമ്മളെന്ന്. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ചത്തുപോവോ? പൊടി പോലും കാണില്ല. നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ചാടിയാലോ? അത്ര കൊതിയാ നിനക്ക് മരിക്കാൻ? കൊതിയായിട്ടൊന്നല്ല, വെറുതെ ഉണ്ണിയുടെ മനസ്സറിയാൻ ചോദിച്ചതാ. പണ്ട് എനിക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങിയ പെണ്ണല്ലേ നീ. നീ പറഞ്ഞ മരിക്കാൻ ഞാനും തയ്യാറാ. എങ്കിതേ ഞാൻ ഉണ്ണിയെ താഴത്തേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോവാ. ഓക്കേ, ഞാൻ റെഡി. ആട്ടെ, പ്രതിയുടെ അവസാനത്തെ ആഗ്രഹം എന്താ? ഈ ജന്മത്തിൽ ഒത്തിരി മോഹിച്ചു പോയ ഒരു പെണ്ണുണ്ട്, അവളെ സ്വന്തമാക്കണം. അവള് സ്വന്താണല്ലോ. എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കണം. അപ്പൊ ബ്രഹ്മചര്യം ലംഘിക്കാൻ പോവാ? എന്ത് ബ്രഹ്മചര്യം? വാക്കുമാറ്റരുത്. എന്താഗ്രഹം സാധിച്ചു തരാമെന്ന് പറഞ്ഞതാ.
സാധിച്ചു തരും.